अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अल्लाहुम्मा सल्लि अला सय्यदिना മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. പ്രിയമുള്ളവരെ, മഹാന്മാരാകുന്ന പ്രവാചകന്മാരുടെ ശരീരം അവരുടെ വഫാത്തിന് ശേഷം ജീർണിക്കുകയില്ല എന്നത് ഇസ്ലാം പഠിപ്പിച്ച അവിതർക്കിതമായ കാര്യമാണ്. ഹദീസിലൂടെ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. എന്നാൽ കേരളത്തിലെ പുത്തൻ പ്രസ്ഥാനക്കാരാകുന്ന മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകൾ മുത്തുനബി പഠിപ്പിച്ച ഈ തിയറിക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആധികാരിക പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. വെള്ളിയാഴ്ചയുടെ മഹത്വം പറയുന്ന ഹദീസിൽ നബിതങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഫൈന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എൻ്റെ മേൽ വെളിവാക്കപ്പെടുമെന്ന്. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, കൈഫ തുഅറദു സ്വലാത്തുന അലൈക വഖദ് അറംത, നബിയെ, ഞങ്ങളുടെ സ്വലാത്ത് എങ്ങനെയാണ് അങ്ങേക്ക് വെളിവാക്കപ്പെടുന്നത്? അങ്ങ് നുരുമ്പിപ്പോയിട്ടുണ്ടാവുകയില്ലേ? ഉടനെ നബിതങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ തആല ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളുടെ ശരീരം തിന്നാൻ ഭൂമിയുടെ മേൽ ഹറാമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ശരീരം മണ്ണിൽ ലയിച്ച് ചേരുകയില്ല എന്നാണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഇമാം ഹാക്കിം തങ്ങൾ അവിടുത്തെ മുസ്തദറക്കിൽ സ്വഹീഹായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് മുസ്ലിം ലോകം യാതൊരു തർക്കവുമില്ലാതെ വിശ്വസിക്കുമ്പോഴാണ് ഇതിന് വിരുദ്ധമായിക്കൊണ്ട് പുത്തൻവാദികൾ പ്രവാചകന്മാരുടെ ശരീരം ദ്രവിക്കും എന്ന് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. മുജാഹിദുകളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാകുന്ന അൽമനാർ 1985 സെപ്റ്റംബർ മാസത്തിലെ അൽമനാറിൽ അവർ പഠിപ്പിക്കുന്നത് നമുക്ക് ഇങ്ങനെ വായിക്കാം. പുണ്യാത്മാക്കളെ അവർ പരിചയപ്പെടുത്തുന്നത് ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയവർ എന്നാണ്. ആ വരികൾ ഇങ്ങനെയാണ്: ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാത്മാക്കൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഇതാണ് മുജാഹിദുകൾ ആളുകളെ ഒരു കാലത്ത് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആധികാരിക പ്രസിദ്ധീകരണമാകുന്ന പ്രബോധനം 1987 ജനുവരിയിൽ സമാനമായ ആശയം ഉൾക്കൊള്ളുന്ന വരികൾ എഴുതിയത് കാണാൻ കഴിയും. നമുക്ക് ഇങ്ങനെ വായിക്കാം: എന്നാൽ പ്രവാചക ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ആധികാരികമായ തെളിവൊന്നും ഈ ലേഖകൻ കണ്ടിട്ടില്ല. അത് ഇദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മയാണ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ ഇതൊന്നും കാണാൻ കഴിയുകയില്ല. കാണണമെങ്കിൽ അത് തുറന്നു നോക്കുക തന്നെ വേണം. ഈ ലേഖകൻ അത് തുറന്നു നോക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഈ ലോകത്ത് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ജീവിച്ചിട്ടുണ്ടല്ലോ. ഇവരിൽ ആരുടെയും മൃതദേഹം കേടുകൂടാതെ ഇരിക്കുന്നതായി അറിവില്ല. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജഡങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. അത് ഇദ്ദേഹത്തിനാണ് അങ്ങനെ ഒരു പ്രത്യേക ഗുണമുള്ളതായി തോന്നാത്തത്. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ഒരു ന്യായീകരണമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ആധികാരിക ഗ്രന്ഥങ്ങളിലോ ഇങ്ങനെ ഒരു ന്യായം രേഖപ്പെടുത്തപ്പെട്ടതായി കാണുന്നില്ല. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിൻ്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യമെന്താണ്? പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ? അതൊരു ദൃഷ്ടാന്തമാകുമല്ലോ. ഇദ്ദേഹമാണിപ്പോൾ അള്ളാഹുവിനെ ദൃഷ്ടാന്തം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആളുകൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരുടെ ശരീരം ജീർണിക്കുമെന്നാണ്. ഞാൻ ഈ വായിച്ച 2 മാസികയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്.
നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടത് ഞാൻ നേരത്തെ വായിച്ച മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെട്ടതാണ്. എന്നാൽ പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചു. മുസ്ലിമീങ്ങൾ, മുത്തുനബിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, മുത്തുനബിയുടെ അധ്യാപനങ്ങളെ സ്വീകരിക്കുന്നവർ ഇന്നുവരെ അതിൽ യാതൊരു തർക്കവും ഉന്നയിക്കാതെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു. കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. മുത്തുനബിയുടെ അധ്യാപനങ്ങളിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ കാര്യം വിശ്വസിക്കുന്നതിനു പുറമെ തന്നെ ക്രിസ്ത്യാനികളടക്കമുള്ള ആളുകൾ മുത്തുനബി പഠിപ്പിച്ചത് വിശ്വസിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 500 വർഷങ്ങൾ പിന്നിട്ടിട്ട് നബി തങ്ങളുടെ ഖബർ മാന്തി അവിടുത്തെ പുണ്യശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ക്രിസ്ത്യാനികൾ ശ്രമം നടത്തിയത്. ഇങ്ങനെ ക്രിസ്ത്യാനികൾ ശ്രമം നടത്തിയെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല, മുജാഹിദുകൾ തന്നെ അവരുടെ പുസ്തകങ്ങളിലൂടെ എഴുതി വച്ചതാണ്. കൃത്യമായി പറഞ്ഞാൽ മദീനയും മസ്ജിദുൻ നബവിയും എന്ന പേരുള്ള പുസ്തകം അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂരാണ് അത് എഴുതിയത്. പ്രസിദ്ധീകരിച്ചത് KNM ബുക്ക് സ്റ്റാൾ മുജാഹിദ് സെൻറ്റർ കോഴിക്കോട്. അപ്പോൾ ആധികാരികമായി മുജാഹിദുകൾ തന്നെ പ്രസിദ്ധീകരിച്ച മസ്ജിദുൻ നബവിയും മദീനയും മസ്ജിദുൻ നബവിയും എന്ന പുസ്തകത്തിൽ തന്നെ ക്രിസ്ത്യാനികൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഹിജറ 557 അതായത് 888 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി വഫാത്തായി 500 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ശ്രമം നടത്തിയതായി മുജാഹിദുകൾ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാൻ കഴിയും. ആ പുസ്തകവും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. പുസ്തകം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുവല്ലോ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്ന് 547 വർഷം പിന്നിട്ടപ്പോൾ മദീനയിലെ അന്നത്തെ രാജാവായിരുന്ന നൂറുദ്ദീൻ അഷഹീദിന് നബി തങ്ങൾ സ്വന്തം ശരീരം മോഷ്ടിക്കാൻ വന്ന ശത്രുക്കളെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകി. ആ നിർദ്ദേശമനുസരിച്ച് രാജാവ് പ്രവർത്തിക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ആ പുസ്തകത്തിൻ്റെ പേജുകളിൽ നാം വായിച്ചത്. ഇവിടെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ടാണ് ബഹുമാനപ്പെട്ട നൂറുദ്ദീൻ അഷഹീദ് രാജാവിന് നിർദ്ദേശം നൽകിയത്. സാധാരണ സ്വപ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രങ്ങൾ പറയുമ്പോൾ അത് സ്വപ്നകഥയാണ്, വാറോലയാണ് എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളയുന്ന മുജാഹിദുകളാണ് ചരിത്രങ്ങൾ പഠിപ്പിച്ചപ്പോൾ സ്വപ്നകഥയെ ആസ്പദമാക്കിയത് എന്ന ഒരു വിരോധാഭാസം കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. പ്രസ്തുത പുസ്തകത്തിലാണ് ഈ പറയപ്പെട്ട സംഭവങ്ങൾ അവർ ആധികാരികമായി രേഖപ്പെടുത്തിയത്. അങ്ങനെ സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശങ്ങൾ രാജാവ് പാലിക്കുകയും നബി തങ്ങളുടെ ശരീരം മോഷ്ടിക്കാൻ വന്ന ശത്രുക്കളെ അർഹമായ ശിക്ഷ നൽകുകയും ചെയ്തു എന്ന് ആ പുസ്തകത്തിൽ കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ പ്രവാചക അധ്യാപനങ്ങളിൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലും മുജാഹിദുകൾ വിശ്വസിക്കുന്നില്ല, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചതിന് എതിരിൽ വിശ്വസിക്കുന്ന, പ്രവാചകൻ പഠിപ്പിച്ചത് വിശ്വസിക്കാത്ത, എന്നാൽ ഇസ്ലാമിൻ്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ഈ പാർട്ടിക്കാർ യഥാർത്ഥ മുസ്ലിമുകളാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.